രജനീഗന്ധ അല്ലെങ്കിൽ ട്യൂബ് റോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയെക്കുറിച്ചാണ്. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഫ്ലവർ ഉണ്ടാകുന്നവയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനുകളിലൊക്കെ നല്ല രീതിയിലുള്ള മണമുള്ള പൂക്കൾ വേണമെന്നൊരിൽ ഈ രജനീഗന്ധ ബെസ്റ്റ് സാധനമാണ്. പണ്ട് നമ്മൾ ധാരാളമായി വളർത്തിയിരുന്നെങ്കിലും ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് ആൾക്കാർ യൂസ് ചെയ്യാത്ത ഒരു സാധനവും, അതേപോലെ തന്നെ കട്ട് ഫ്ലവറും അതേപോലെ പൂവിനുള്ള മണം കാരണത്താൽ തന്നെ പെർഫ്യൂം ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതലായി ഇപ്പം കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ രജനീഗന്ധയുടെ ഫ്ലവറുകൾ സാധാരണ നമുക്ക് വൈറ്റിലാണ് കാണപ്പെടാറുള്ളത്. ഇപ്പോൾ അതിന് പുറമെ യെല്ലോയും പിങ്കും എന്ന് പറഞ്ഞ 2 ഷെയ്ഡുകളൂടി ലഭ്യമാണ്. അപ്പം അത് വലുതായിട്ട് എല്ലാവരുടെ കയ്യിൽ എത്തി തുടങ്ങിയിട്ടില്ല. എന്നാൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ പുഷ്പകൃഷി ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ ധാരാളമായി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ 2 കളറുണ്ടെന്ന് 3 കളറുണ്ടെന്ന് പറഞ്ഞു പ്രധാനമായിട്ടും. അതേപോലെ തന്നെ ഇതിനെ സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റൽ എന്നുള്ള രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പ് കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിംഗിൾ പെറ്റൽ വൈറ്റ് എന്ന് പറയുന്നത് നോർമലായിരിക്കും, അതിന് അത്ര വലിയ റേറ്റ് വരുന്ന ചെടികളല്ല. എന്നിരുന്നാലും മറ്റേ ഹൈബ്രിഡ് ആയിട്ടുള്ള പിങ്ക് യെല്ലോയ്ക്ക് നല്ല റേറ്റുകളുള്ളവ തന്നെയാണ്. നല്ല സൈസിലുള്ള ബൾബുകൾ വാങ്ങിക്കാനായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇല്ല എങ്കിൽ ചെറിയ സൈസിലുള്ള ബൾബ് വെച്ച് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് കുറേ സമയം എടുത്തതിന് ശേഷം അല്ലെങ്കിൽ വർഷങ്ങളോളം എടുത്തതിന് ശേഷം മാത്രമേ ഇത് ഫ്ലവർ ആകുകയുള്ളൂ. അതുകൊണ്ടാണ് വലിയ വിത്തുകൾ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ അല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്തെങ്കിലും എടുക്കാം. മണ്ണെന്ന് പറയുന്നത് ഗാർഡൻ സോയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ 1:1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഇത്തരം ഇതിൻ്റെ ബൾബ് നമ്മൾ നടാൻ വയ്ക്കുന്നത്. ബൾബ് നടാൻ വയ്ക്കുന്ന സമയത്ത് ഒത്തിരി അടി കൊണ്ടുവയ്ക്കരുത്. നമ്മുടെ ഒരു വിരലിൻ്റെ താഴ്ചയിലായിരിക്കും ചെടികൾ വയ്ക്കാറുള്ളത്. ഈ ഇങ്ങനെ വയ്ക്കുന്ന കിഴങ്ങുകളെല്ലാം തന്നെ നമ്മളാണെന്നൊരിൽ നല്ല രീതിയിൽ എല്ലാ ദിവസവും വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്തെ മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായി നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നിർത്തിയിട്ടാണ് ഇതിനെ വളർത്തിയെടുക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം തന്നെ മുളകൾ പൊട്ടുകയും അതിനുശേഷം ഒരു 90 മുതൽ 120 ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് ഫ്ലവർ ഉണ്ടായി കിട്ടുന്നത്. അത് ചെടിയുടെ ഗ്രോത്ത് അനുസരിച്ചിട്ട് 90 ദിവസത്തിന് മുമ്പേ, അതായത് 2.5 മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്ലവറായി കിട്ടാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ചെടി ഒരു 3 വർഷത്തിന് ശേഷമാണ് നമുക്ക് ഫ്ലവറായി കിട്ടിയിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഫ്ലവറാണ്. ഫ്ലവർ ആയപ്പോൾ തന്നെ അതിൻ്റെ ചുവട്ടിലുള്ള ബാക്കി എത്തിൽ നിന്നെല്ലാം തന്നെ ഒരു 2 മൂളം കൂടി, അതായത് പൂങ്കുലയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ചെടിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ചെടിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഫ്ലവർ ഉണ്ടാകുന്നത്. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 90 ദിവസത്തിൻ്റെ 120 ദിവസത്തിന് ഇടയ്ക്കായിട്ട് നമുക്ക് കിട്ടും. ഗാർഡനിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കെയർ കുറവാണെങ്കിൽ ഇതേ രീതിയിൽ സമയം എടുക്കാറുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങുകൾ കിളിപ്പിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് മാർച്ച് മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതലായും ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കും ഇത് ഒരു ടെൻഡൻസി ഇതിന് പെട്ടെന്ന് മുളച്ച് വരാൻ വേണ്ടിയുള്ളത്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഇതിന് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനുശേഷം ഈ ചെടിയുടെ ഈ തണ്ടുകളെല്ലാം നശിച്ചു പോവുകയും പിന്നീട് അടുത്ത ഗ്രോത്തിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്.